ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള LBS ആപ്ലിക്കേഷൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വരുന്ന 2025-26 നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസുകളിലോട്ട്, അതായത് നമ്മുടെ സർക്കാർ കോളേജിൽ വരുന്നത് അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിത കോളേജുകൾ, അതായത് നമ്മുടെ എയ്ഡഡ് കോളേജുകളിലോട്ടോ അതല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കോളേജുകളിലോട്ടോ, ഈ 3 കോളേജിലോട്ടും നമുക്ക് കേരളത്തിലെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലോട്ട് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ത് വഴിയാണ്? LBS സെന്റർ വഴിയാണ്. അപ്പോൾ LBS സെന്റർ അവരുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് പുറത്തിറക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 14 മുതൽ ജൂൺ 7 വരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് LBS സെന്റർ മുഖേന നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. LBS നമുക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിയർ ബൈ അക്ഷയ സെന്റേഴ്സോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേസോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ടും ചെയ്യാം, ലാപ്പ് യൂസ് ചെയ്തിട്ടും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ചെയ്യുന്ന സമയത്ത് തെറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഞാൻ നേരത്തെ ഡോക്യുമെന്റ്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെന്റ്സിന്റെ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നുള്ളത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നിയർ ബൈയിൽ ഒരു അക്ഷയ സെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖേന ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർ അപ്ലൈ ചെയ്തോളും. പിന്നെ +2 സർട്ടിഫിക്കറ്റിന്റെ കാര്യം എടുത്തിട്ട് പേടിക്കണം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ ഇപ്പോഴേ കൊടുത്തിട്ടാൽ മതി. പിന്നെ കൊടുക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കണം. പിന്നെ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് എന്ന് പറയുമ്പോൾ 700 രൂപയും, അതുപോലെ SC/ST അതായത് SC/ST സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്നവരാണ്, ഇവർക്കെന്ന് പറയുമ്പോൾ 400 രൂപയുമാണ് നമ്മുടെ LBS സെന്ററിൽ അല്ലെങ്കിൽ LBS ആപ്ലിക്കേഷന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഫീസ് അടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെല്ലാൻ മുഖേന ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്ഷയ സെന്ററിൽ അടക്കുന്ന സമയത്ത് നമുക്ക് സെയിം അങ്ങനെ തന്നെയും അടക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി പ്രോസസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ വീഡിയോ കണ്ട് നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും പ്രിപ്പയർ ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിയർ ബൈ അക്ഷയ സെന്ററിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ചെന്നിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്, എക്സ്പയറി ഡേറ്റ് തീർന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം.